ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദറൂസ് കിച്ചൺ. വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഒരടുപ്പത്ത് ദോശയും പിന്നെ ഒരടുപ്പത്ത് ദോശയ്ക്കുള്ള ചമ്മന്തിക്കുള്ള റെഡിയാക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ചമ്മന്തി ഉണ്ടാക്കിയാൽ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുള്ളൂ. പിന്നെ ഇപ്പോൾ എക്സാം ടൈമാണല്ലോ, മോൾക്ക് ഉച്ചക്കലാണ് കേട്ടോ എക്സാം, മോനാണ് രാവിലെ. ഇന്നപ്പോൾ മോന് 2 നേരം പരീക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അവന് ഉച്ചക്കലേക്ക് ഭക്ഷണം കൊണ്ടുപോകും കൂടെ ചെയ്യും. അവന് പ്രത്യേകിച്ച് ചോറൊന്നും വേണ്ട കേട്ടോ. രാവിലെ ചായക്കുള്ള കടി ഉണ്ടാക്കിയത് അത് 2 ആയാലും മതി. ഇനിയിപ്പോൾ മോൾക്കാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഉച്ചക്കലേക്ക് ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാവിലത്തെ കടി ഉണ്ടെങ്കിൽ അത് തന്നെ അവർ കൊണ്ടുപോയിക്കോളും. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന ലൈക്കിനും കമൻറ്റിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ വീഡിയോയും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് തലേ ദിവസത്തെ കുറച്ച് കടലക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ചൂടാക്കി എടുക്കാം. അതിന് കഴിക്കാനുള്ളത് ടിഫിൻ ബോക്സിൽ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചമ്മന്തി പിന്നെ 2 ദോശയും കൂടെ അവനാക്കി. കടലക്കറി തലേ ദിവസത്തെ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയിട്ട് ഞാൻ ആക്കി കൊടുക്കുമ്പോൾ അതെല്ലാം കേട് വന്നാലോ എന്ന് കരുതിയിട്ട് പിന്നെ അവന് കഴിക്കാനുള്ളത് വേഗം ഞാൻ ആക്കി. പിന്നെ അവനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളപ്പയറാണ്. അപ്പോൾ അതൊന്ന് കറി വെച്ചെടുക്കാം. ഈ പയറ് ഉപ്പേരി മാത്രമല്ല കേട്ടോ, കറിയും വെക്കും. അപ്പോൾ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ പയറ് കറി വെക്കുക. കുറച്ച് വഴുതിരിങ്ങി മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ്. ഞാൻ ചെറിയുള്ളി മാത്രം ഇട്ടിട്ടാണ് ഇത് കറി വെക്കുന്നത്. കുറച്ച് പുളിയൊക്കെ ഒഴിച്ചിട്ട് ചെറിയുള്ളി ഇട്ടിട്ടാണ് ഇത് കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഈ പയർ ഇങ്ങനെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കോളും. അപ്പം ഞാനിത് ആ പയറൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ. അപ്പം നല്ലോണം വറുത്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ വിസിലിന് ആവശ്യത്തിനനുസരിച്ച് 2-3 വിസിലൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അപ്പുറത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചിരകിയിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കും. അതിന് തേങ്ങൻ്റെ കൂടെ കുറച്ച് ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി ഇട്ട് അതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പയറൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ക്യാമറ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തെന്നിമാറി പോയിട്ടുണ്ട്. പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് പയറൊന്ന് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ ഞാൻ പയറിന് ഇപ്പുറത്തെ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിയും തക്കാളിയും, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതൊക്കെ നല്ലപോലെ തിളച്ച് വെന്ത് വന്നതിന് ശേഷം ഈ പയറും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഇതിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ തേങ്ങ ഇല്ലാണ്ടും ഈ കറിയൊക്കെ വെച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ അതായത് ആവശ്യത്തിനുള്ള പുളി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി കൂടുതലൊന്നും വേണ്ട, നമുക്കൊരു ആവശ്യത്തിന് കുറച്ച് മതി. രാവിലെ ചമ്മന്തി അരച്ച മിക്സിൻ്റെ ജാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴുകിയൊന്നുമില്ല. അതിൽ കുറച്ച് തക്കാളിൻ്റെ ഉള്ളിൻ്റെയും പേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തേങ്ങയും കൂടെ അരച്ചതാണ് കേട്ടോ. അതാണ് അരപ്പിന് ഈ കളറായിട്ടുള്ളത്. അങ്ങനെ തേങ്ങയൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കടുക് വറുത്ത് ഒഴിക്കണം കേട്ടോ കറിക്ക്. അതെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ അപ്പോഴേക്കും അയ്യാൻകുട്ടിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മാന്തളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടിക്കും അയ്യാൻകുട്ടിക്കും ചോറ് വാരി കൊടുത്ത് ഞാനും കൂടെ തന്നെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ മോള് കഴിച്ചിട്ട് അവൾ സ്കൂളിലേക്കൊക്കെ തനിച്ച് വാരി കഴിക്കുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ അത് കഴിച്ചാൽ എനിക്ക് നല്ലൊരു പണി തന്നെയാണ് കേട്ടോ. എല്ലാവിടെയും ആക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ കൂടെ ഇരുത്തിയിട്ടൊക്കെ ഒന്ന് ചോറൊക്കെ ഒന്ന് വാരി കൊടുക്കുകയാണ്. ആൾക്കത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ ചോറ് വാരി കൊടുക്കുമ്പോൾ. അവന് തനിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് വാരി കഴിക്കുന്നത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നീട് എനിക്ക് നല്ല പണിയാകുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാനും അവനും കൂടെ കഴിക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാനും ചോറ് വാരി കൊടുത്തത്. പിന്നെ അത് വൈകിട്ട് ഞാനും അതിലും കൂടി റേഷൻ കടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നു. ഒക്കെ ഇല്ലാത്തത് കൊണ്ട് എല്ലാ പണിയും ഇപ്പോൾ നമുക്ക് തന്നെ ആയിട്ടാ. റേഷൻ കടയിൽ പോയി അരി, ഗോതമ്പ് പൊടി, പച്ചരി അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റേഷൻ കടയിൽ 3 മാസത്തിൽ ഒരിക്കലാണല്ലോ മണ്ണെണ്ണ കിട്ടുന്നത്. അപ്പോൾ മണ്ണെണ്ണയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ നല്ല അരി, പക്ഷേ ആ കുറിഞ്ചാത്തൻ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോതമ്പിന് പകരം ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ മേടിച്ചത്. 3 പാക്കറ്റ് പൊടിയാണ് കിട്ടുക. അപ്പോൾ ഞങ്ങൾക്ക് ഗോതമ്പ് വേണ്ട, അതിൻ്റെ പകരം കൂടി പൊടി മതി പറഞ്ഞപ്പോൾ 1 പാക്കറ്റ് പൊടിയും കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട്